എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ? ഇന്നത്തെ വീഡിയോയിൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സെന്തോസയിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വിഷ്വൽസ് ആണ് കേട്ടോ. എല്ലാ വർഷവും ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ അത്ര വലിയ പ്രത്യേകതയൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ വിഷസ് അയക്കുക, അതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഫയർ വർക്ക്സ് കാണാൻ വരണത് കേട്ടോ. പൊതുവേ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വരാൻ താല്പര്യം ഉണ്ടാവാറില്ല, എന്താ വെച്ചാൽ നല്ല തിരക്കാവുമല്ലോ. പക്ഷേ ഈ വർഷം ഞാൻ ചേട്ടനോട് പറഞ്ഞു, പിള്ളേരും കൂടി നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരാം, പിന്നെ വീഡിയോ എടുക്കാം, ഒരു വർഷമെങ്കിലും കാണാമല്ലോ ഫയർ വർക്ക്സ് എങ്ങനെയാണെന്നൊക്കെ നോക്കാമല്ലോ എന്നുള്ളതിൽ വന്നതാ. പക്ഷേ അത് നല്ലതായി. ഞങ്ങൾക്ക് പാർക്കിങ്ങും ചെന്നപ്പോൾ തന്നെ കിട്ടി. പിന്നെ അവിടെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഒന്ന് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. സിംഗപ്പൂരിൽ ന്യൂ ഇയർ ഫയർ വർക്ക്സ് മെയിനായിട്ടുള്ളത് മെറീന ബേയിലും സെന്തോസയിലാണ്. മെറീന ബേയുടെ നല്ല കളർഫുള്ളായിരിക്കും. ഇവിടെ കണ്ട മൂവി ഇട്ടിട്ടുണ്ട്, മൂവി മാരത്തൺ നടക്കുന്നുണ്ട്. അതായത് ഈവനിങ് മുതൽ ഇവിടെ മൂവീസ് ഇട്ടിട്ട് കാണിക്കും ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ കുറേ പേര് അത് കാണുന്നവരുണ്ട്. 12 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ പിന്നെ DJ ഇട്ടിട്ട് ഭയങ്കര ഡാൻസ് പാർട്ടിയൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ എല്ലാം വെയിറ്റ് ചെയ്ത് കുറച്ചും കൂടി മുന്നോട്ട് നടന്നിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടുത്തെ ഡാൻസൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. എത്ര അധികം ആൾക്കാരാണ് ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ സെന്തോസയിലത്തെ ചെറിയൊരു ഏരിയ ആണ് കവർ ചെയ്തത് കേട്ടോ. പൽവാൻ ബീച്ച്, അതുപോലെ ഇവിടെ സിലോസ ബീച്ച് അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ആഘോഷങ്ങളൊക്കെ. എല്ലാവരും ബീച്ച് സൈഡിലൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പായിട്ട് വന്നേക്കണ്. ഇവരൊക്കെ എല്ലാ വർഷവും വരണവരായിരിക്കും. മിക്കവരുടെ കയ്യിലും ഇങ്ങനത്തെ ബലൂൺസ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ നിന്നത്. ഞങ്ങൾ നിൽക്കണതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പബ്ബാണ്. ഈ റോഡ് മുഴുവൻ ലൈറ്റിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമൊന്നുമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ട്. സെന്തോസ ബീച്ച് കുറേ ഏരിയ ആണല്ലോ. ഞങ്ങളിവിടെ വരെ മാത്രമേ പോയുള്ളൂ. ഈ റോഡിൻ്റെ അവിടെയാണ് ആ പബ്ബിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കും കയറി കാണാനൊക്കെ പറ്റുമെന്ന് ചേട്ടൻ പറഞ്ഞു. പിന്നെ 12 മണി ആവാറായ കാരണം ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പം കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറിയില്ല ചേട്ടാ. പബ്ബിലേക്കുള്ള എൻട്രൻസ് ഇതാണ്. അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. 12 മണി ആവാറായിട്ടുണ്ട്. ബീച്ച് സൈഡ് കൗണ്ട് ഡൗൺ ആരംഭിക്കാറായി. ഞാൻ ഈ ഫയർ വർക്ക്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അത് കാരണം ഇതിൽ പിന്നെ കാണിക്കണില്ല കേട്ടോ. ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. കുറേ പേര് അവിടെ തന്നെ വെയിറ്റ് ചെയ്യണവരുണ്ട്. നല്ലൊരു ഫെസ്റ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എന്തായാലും ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഈ ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. നന്നായി എൻജോയ് ചെയ്തു. എല്ലാവരും ഇതുപോലെ നന്നായി എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണു. അപ്പോൾ ഈ സെന്തോസയിലത്തെ ഞങ്ങൾ പോയ ഏരിയയിലത്തെ കുറച്ച് വിഷ്വൽസാണ് ഞാനിതിൽ കാണിച്ചേക്കണത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. Take a time, enjoy yourself, and have yourself a pleasant evening. On that note, this is Sentosa signing off. Good night, everybody, and all the best in 2025.